പോലീസ് കസ്റ്റഡിയിൽ വിട്ട സ്കൂട്ടർ തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇയാളിൽ നിന്നും പിടിച്ചെടുത്ത പെൻഡ്രൈവ്, മൊബൈൽ ഫോണുകൾ, ഐപാഡ് എന്നിവയുടെ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധിച്ചു വരികയാണ്. അനന്തു കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതി അനന്തകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. അനന്തകൃഷ്ണന് ഉന്നത രാഷ്ട്രീയ ബന്ധമാണുള്ളതെന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിന് പുറത്ത് ബിനാമി പേരിൽ അനന്തകൃഷ്ണന് സ്വത്തുക്കളുണ്ടെന്നും തട്ടിയെടുത്ത പണം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അനന്തുവിൻ്റെ വിവിധ അക്കൗണ്ടുകൾ വഴി 450 കോടി രൂപയുടെ ഇടപാട് നടന്നതായും വ്യക്തമായിട്ടുണ്ട്. ഇതേക്കുറിച്ചാണ് പോലീസ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നും ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. വേറെ FIR-ൽ വേറെ ആൾക്കാരുടെ പേരുണ്ടോ? അത് ചില ആൾക്കാർ ഇത് ഈ മീഡിയേറ്റർ ആയിട്ടുള്ള NGO മാരെ അങ്ങനെയാണോ? പക്ഷേ ഡയറക്റ്റ് മെയിൻ പ്രതി അനന്തകൃഷ്ണൻ തന്നെയാണ് ഈ എല്ലാ FIR-ൽ അക്യൂസ് നമ്പർ. പ്രമുഖ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്നതെന്നാണ് അനന്തകൃഷ്ണന്റെ അവകാശവാദമെങ്കിലും ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും തുക ലഭിച്ചതിന് തെളിവില്ലെന്നും SP പറഞ്ഞു. റൂറൽ പരിധിയിൽ ഇതുവരെ 15 FIR-കൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞെന്നും SP വ്യക്തമാക്കി. ഈ മാസം 10-ന് അനന്തുവിന്റെ കസ്റ്റഡി കാലാവധി കഴിയും മുൻപ് തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി.